എല്ലാവർക്കും നമസ്കാരം. 2026 നടന്ന പല എക്സാംസിൻ്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പല എക്സാംസിലും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 2026 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ ഇത് വിട്ടുകളയരുന്ന് പൂർണ്ണമായും കാണുക. ആദ്യത്തെ ചോദ്യം, 2023 55-ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 55-ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മോഹൻലാലിനാണ് അല്ലേ? ഓപ്ഷൻ എ, മോഹൻലാലിനാണ് ലഭിച്ചത്. ഇത് BFOയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കുന്നത്. BFO. അടുത്ത ചോദ്യം, 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയെ ശരിയായതേത്? കിരീടം നേടിയത് ഇന്ത്യയാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കപ്പ് നേടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4 ശരിയാണ്. അപ്പോൾ 2-ന് എന്താണ് തെറ്റ് വന്നിട്ടുള്ളത്? 2-ന് തെറ്റ് വന്നിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 9 എണ്ണം എന്നാണ്. പക്ഷെ ശരിക്കും 8 ടീമുകളാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളൂ അല്ലേ? പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 അല്ല, 8 ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? 2025 മെയ്യിൽ വിക്ഷേപിച്ചത് ഏതായിരുന്നു? EOS 09 ആണ്. മെയ് മാസത്തിൽ വിജയകരമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. അടുത്തത്, യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? ഏത് വർഷത്തെയാണ്? 2025 അല്ലേ? 2025 ഓർത്തിരിക്കുക, 2025. ഇപ്പോൾ നമ്മൾ പഠിച്ചത് BFOയിൽ 2026 നടന്ന BFO എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിൻ്റെ ഡ്രൈവറിന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ആദ്യം എന്താണ്? പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26-ന് അന്തരിച്ചു. ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതായത് MGS നാരായണൻ ICHR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ICHRൻ്റെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗവേഷണ ഗ്രന്ഥമാണ് പെരുമാൾസ് ഓഫ് കേരള. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 25-നാണ് അന്തരിച്ചത്. ഏപ്രിൽ 26-നാണ് അന്തരിച്ചത് കേട്ടോ. അടുത്ത ചോദ്യം, നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? K. എബ്രഹാം മാത്യു ആണ്. എബ്രഹാം മാത്യു റിട്ടയർഡ് ജസ്റ്റിസ് ആണ്. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? നവജീവൻ പദ്ധതി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. കേരള സംസ്ഥാന എംപ്ലോയ്മെൻറ്റ് വകുപ്പ് വഴി 50-നും 65-നും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, നവജീവൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ശ്രീ K. രാജനാണ് കേട്ടോ. ശ്രീ K. രാജൻ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ വുമൺ CEO എന്നാണ് സിവിൽ എക്സൈസ് ഓഫീസർ വുമൺസിൻ്റെ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം വരുന്നത്, ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? 78-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. 80-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്?
നമുക്ക് കറക്റ്റായിട്ട് എത്രാമത്തെയാണ് എന്നറിഞ്ഞാൽ തന്നെ നമുക്കിതിൽ ആൻസർ എത്താൻ സാധിക്കും അല്ലേ? അതെ, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അപ്പോൾ നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്നറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് എയും സിയും വെട്ടിക്കളയാം. ഇനി വിശിഷ്ട അതിഥികൾ ഉണ്ടായിരുന്നു. രാജ്യത്തലവന്മാർ, വിശിഷ്ട അതിഥികളായിട്ട് മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 2025 ഓഗസ്റ്റ് 15 ഇന്ത്യ ആഘോഷിക്കുന്നത് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. പ്രത്യേക ഈ വർഷത്തിൽ ചടങ്ങുകളിൽ മറ്റ് വിദേശ രാഷ്ട്രത്തലവന്മാർ മുഖ്യാതിഥികളായിട്ട് പങ്കെടുത്തിരുന്നില്ല. അടുത്ത ചോദ്യം, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടി ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റിലെ പ്രമുഖ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പരമ്പരാഗതമായ ഔദ്യോഗിക ചിഹ്നം ആനയാണ്. ഓപ്ഷൻ സി ആനയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനം ഏതാണ്? മിഷൻ സുദർശൻ ചക്രയാണ് കേട്ടോ. അപ്പോൾ ഇസ്രായേലിൻ്റെ വായു പ്രതിരോധ സംവിധാനമായ അയൺ ഡോം മാതൃകയിൽ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും മിസൈലുകളെയും തടയാൻ ഇന്ത്യ വികസിപ്പിച്ച അത്യാധുനിക ദീർഘദൂര വ്യോമ പ്രതിരോധ മിഷനാണ് മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അപ്പം സിഇഒയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ വുമൺ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അതൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. പ്രധാനപ്പെട്ട എന്താണ്? താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? 2024 ആർക്കാണ്? സൈമൺ ജോൺസൺ ആണ്. രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ രാജ്യങ്ങളുടെ സാമ്പത്തിക സമൃദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ഉള്ള പഠനങ്ങൾക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ആർക്ക് ലഭിച്ചത്? സൈമൺ ജോൺസന് ലഭിച്ചത്. പിന്നെ അതുകൂടാതെ ഇതിൽ ബാക്കി ആരായിരുന്നു? ദാരൻ ഉണ്ടായിരുന്നു. പിന്നെ ജെയിംസ് എ റോബിൻസണും ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമ്മുടെ സ്റ്റോർ കീപ്പർ മെയിൻസ്, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സ്റ്റോർ കീപ്പർ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 2025 മികച്ച ഫുട്ബോളർ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ആരാണ്? ഉസ്മാൻ ഡെംബലെയാണ് കേട്ടോ. 2025 മികച്ച പ്രകടനങ്ങളുടെയും വോട്ടെടുപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ഫിഫ നൽകുന്ന ലോകത്തിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം. ഇത് ഉസ്മാൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് സൂപ്പർ താരമാണ് കേട്ടോ. ഫ്രഞ്ച് കളിക്കാരനാണ്, ഓർത്തിരിക്കുക. അടുത്തത് എന്താണ്? 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൺ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതാണ്? ചിറ്റൂരാണ് കേട്ടോ. ചിറ്റൂര് കാർബൺ ഇത് കുറയ്ക്കുവാനും ഹരിത ഊർജം പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ അഗ്നിജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത്. അവിടെ ചിറ്റൂർ മണ്ഡലത്തിലാണ് കേട്ടോ. ചിറ്റൂർ. ഏതാണ് നിയോജക മണ്ഡലം? ചിറ്റൂരാണ്. അങ്കൺ ജ്യോതി ഇത് നമ്മുടെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററും ഹരിത കേരള മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ പരമ്പരാഗത പാചക ഇന്ധനങ്ങൾക്ക് പകരം ആധുനികവും ഊർജ്ജക്ഷമതയുമുള്ളതുമായ ബദലുകൾ ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തവും കാർബൺ ന്യൂട്രലുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപകൽപ്പന ചെയ്ത ഒരു സംരംഭമാണിത് അങ്കൺ ജ്യോതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ മാസം എവിടെയാണ്? പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഇവരാരുമല്ല കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇത് ശരിക്കും പറഞ്ഞാൽ മിലിറ്ററി ഇൻ്റലിജൻസും സായുധ സേനാ കമാൻഡർമാരും ചേർന്നാണ്, അല്ലാതെ തന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലല്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ
കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ റെയില ഒഡിങ്കയാണ് കേട്ടോ. കെനിയയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു. തൻ്റെ മകളുടെ കണ്ണു ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആയുർവേദ ആശുപത്രി ചികിത്സ തേടി എത്തിയതായിരുന്നു. അതൊക്കെ വാർത്തകളിൽ ഉണ്ടായിരുന്നു. അടുത്തത് അപ്പോൾ ഓപ്ഷൻ എ ആണ്. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏത്? ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അന്താരാഷ്ട്ര ഫിഫ എന്നാണ്? 2026 കേട്ടോ. ഓക്കെ, അടുത്തത് ഇത് PSC ഡിലീറ്റ് ചെയ്തിരിക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണ്. ഏതാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, 3 പ്രസ്താവനയും ശരിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലം റെയിൽ പാലം അല്ലേ? പാമ്പൻ റെയിൽ പാലം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. ആകെ നീളം 2.07 കിലോമീറ്ററാണ്. ലാസ്റ്റ് ചോദ്യം അല്ല. ഓക്കെ, അടുത്തത് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിക്സ് സമ്മിറ്റ് എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. 2026 വാർഷിക ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? മലയാളത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അഖിൽ പി ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി അല്ലേ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ നോവലുകളിലൂടെ വായനക്കാരുടെ പ്രീതി പിടിച്ചുപറ്റിയ എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായത്. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? 52ാമത് ആരാണ്? ജസ്റ്റിസ് BR ഗവായി ആണ് കേട്ടോ. സുപ്രീം കോടതിയുടെ സീനിയോറിറ്റി ക്രമം അനുസരിച്ച് ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് ചുമതലയേറ്റത് ജസ്റ്റിസ് BR ഗവായി ആണ്. അപ്പോൾ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫൈനൽ കീ വന്നിട്ടുള്ളത്. ഇതുവരെ ഫൈനൽ കീ 2026 ഫൈനൽ കീ അനുസരിച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ഓരോ ടോപ്പിക് വൈസ് 2026 അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരാം. PYQ വെച്ച് തന്നെ, അതായത് PSCയുടെ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തു തരാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്